വചനം കേൾപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ കാതുകളെയും പരിശുദ്ധാത്മാവ് തന്നെ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ തീമിന് ദൈവം നമുക്ക് നൽകിയ തീമിൻ്റെ ആ പ്രധാന വാക്യത്തിലേക്ക് കടപ്പാൻ ദൈവനാമത്തിൽ ശരണപ്പെടുക. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 44 വാക്യമാണല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ എന്നുള്ളതാ വാക്യം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഈ വാക്യം ഒരുപക്ഷെ ഇപ്പോൾ കാണാൻ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ആ വാക്യത്തിൽ നിന്ന് അതിൻ്റെ കാതലായ ഒരു സത്യത്തെ ദൈവാത്മാവിൽ വേഗത്തിൽ നിന്ന് ഓർപ്പിച്ച് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തുടരാൻ എനിക്ക് സമയമില്ല. എനിക്ക് നൽകിയ സമയത്തിനനുസരിച്ച് വേഗത്തിൽ ചില ചിന്തകൾ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ താല്പര്യപ്പെടുക. യഹൂദിയ അധ്യായങ്ങൾ എന്നറിയപ്പെടുന്ന 3 അധ്യായങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം. ഈ 3 അധ്യായങ്ങളെ യഹൂദിയ അധ്യായങ്ങൾ എന്നാണ് വേദപണ്ഡിതാക്കൾ വിളിക്കുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യഹൂദന്റെ മുപ്പരിച്ചരട് എന്ന് ഈ അധ്യായങ്ങളെ വിളിക്കാറുണ്ട്. നമ്മൾ ഈ ഭാഗങ്ങളും പഴയ നിയമ പുതിയ നിയമ അനവധി വേദഭാഗങ്ങളുമായിട്ടാണ് കർത്താവിൻ്റെ വരവും ആ വരവിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയുമുള്ള കൃത്യമായ കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. നമ്മൾ ഈ ഭാഗങ്ങളെയെല്ലാം ഒന്ന് തരംതിരിച്ച് പഠിച്ചാൽ 4 പ്രധാന ചിന്തകളിലൂടെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. 4 പ്രധാന ചിന്തകളിലൂടെ. ആ പ്രധാന 4 ലക്ഷണങ്ങളിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ലക്ഷണങ്ങളാണ്. രണ്ടാമത്തെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ജാതീയ ലക്ഷണങ്ങളാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് പ്രാപഞ്ചിക ലക്ഷണങ്ങളാണ്. 4 സഭാ ലക്ഷണങ്ങൾ. ഈ വാക്യങ്ങൾ പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങളെല്ലാം നാം വായിച്ചു പഠിച്ചാൽ പ്രധാനമായി ഈ 4 ലക്ഷണങ്ങൾ ഒരിക്കൽ കൂടെ ഞാനൊന്ന് പറയാം. 1 ഇസ്രായേൽ ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, 4 സഭാ ലക്ഷണങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നമ്മുടെ തീമിനായി സെലക്ട് ചെയ്തിരിക്കുന്ന അധ്യായം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലങ്ങളിൽ ഉച്ചരിക്കപ്പെട്ട ഒരു ഭാഗമാണ് 24 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ അതിൻ്റെ 1 വാക്യം മുതൽ വായിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, യേശു ദൈവാലയം വിട്ട് ഇറങ്ങുമ്പോൾ ശിഷ്യന്മാർ ദൈവാലയത്തിൻ്റെ ഭംഗിയും അതിൻ്റെ മഹത്വവും നോക്കി അത്ഭുതപ്പെടുകയാണ്. അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ദൈവാലയം ഉറപ്പുള്ളതാണ്, ഈ ദൈവാലയം മറ്റാർക്കും തകർക്കുവാൻ കഴിയാത്തതാണ് എന്നുള്ള ചിന്തയോടെ അവർ യേശുവിനോട് ചോദിക്കുക, ഇതിൻ്റെ മഹത്വം നീ കാണുന്നുവോ? എന്നാൽ യേശുവിൻ്റെ മറുപടി വളരെ ഷോക്കിംഗ് ആയ ഒരു മറുപടിയായിരുന്നു ശിഷ്യന്മാർക്കും. ആ മറുപടി 2 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല. ഈ ഒരു പദം, ഈ ഒരു വാക്ക് ശിഷ്യന്മാരെ സംബന്ധിച്ച് ഏറ്റവും ഷോക്കിംഗ് ആയതാ. അതുകൊണ്ട് നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാകുന്നത്, that disturbed the disciples, ആ ശിഷ്യന്മാരുടെ ഹൃദയത്തെ കലങ്ങിപ്പോകുന്ന രീതിയിൽ ഉള്ളൊരു മറുപടിയായിരുന്നു യേശുവിൻ്റെ മറുപടി എന്ന് കാണുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ വളരെ യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്ന് 2 ചോദ്യങ്ങൾ യേശുവിനോട് ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, അത് എപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ യേശുവിനോട് ചോദിക്കുക, കർത്താവേ നീ പറഞ്ഞത് എപ്പോഴാ സംഭവിക്കുന്നത്? ദൈവാലയത്തിന്റെ നശീകരണം എപ്പോഴാണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നുള്ളതാണ്. ഈ 2 ചോദ്യങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തു മറുപടി നൽകുന്ന ഭാഗമാണ് നമുക്ക് തുടർന്ന് കാണുവാൻ കഴിയുന്നത്. ആ ഭാഗത്തിലാണ് നമ്മുടെ തീമിന് പ്രധാനമായുള്ള കുറിവാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിന് യേശു അവരുടെ മറുപടി നൽകിയ. നിങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ഇവർ വളരെ ജിജ്ഞാസയോടെയാണ്, വളരെ ക്യൂരിയോസിറ്റിയോടാണ് യേശുവിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്, കർത്താവേ എന്നാ ഇത് സംഭവിക്കുന്നത്? പക്ഷെ യേശു ക്രിസ്തുവിന്റെ മറുപടി നിങ്ങൾ നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത്, അവരുടെ ക്യൂരിയോസിറ്റിക്ക് അനുസരിച്ചല്ല
യേശു മറുപടി കൊടുത്തത്. മറിച്ച് യേശുവിൻ്റെ മറുപടി അതിനകത്തെ കാതലായ സത്യം ഇതായിരുന്നു: നിങ്ങളുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാനാണ് യേശു അവിടെ മറുപടി നൽകിയത്. അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. വരവ് നടക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വരവ് എപ്പോൾ നടക്കുമെന്നുള്ളത് നിങ്ങളുടെ ക്യൂരിയോസിറ്റിക്കല്ല അതിന് പ്രാധാന്യം. പക്ഷെ വരവിങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ ആദ്യം സ്വഭാവത്തിന് രൂപാന്തരം ഉണ്ടാകണം. ആദ്യം സ്വഭാവത്തിന് രൂപാന്തരം ഉണ്ടാകാത്തിടത്തോളം കാലം യേശു വന്നാൽ എടുക്കപ്പെടുകയില്ല എന്നുള്ള കൃത്യമായൊരു മറുപടിയാണ് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് യേശു പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ നാം ചിന്തിക്കുമ്പോൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 4 ദിവസങ്ങളായി യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ പറ്റി നാം പല സന്ദേശങ്ങൾ കേൾക്കുക. അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാം വളരെ വ്യക്തമായി ദൈവദാസന്മാരുടെ കേൾക്കുക. എന്നാൽ ഇന്ന് പകൽ ഈ ഉച്ചതിരിഞ്ഞ സമയത്ത് ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, പ്രസംഗം കേട്ടു എന്നുള്ളതല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം എത്ര പ്രസംഗം കേട്ടു എന്നുള്ളതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിന് ഏതെങ്കിലും രീതിയിൽ വ്യതിയാനം വന്നിട്ടുണ്ടോ എന്നുള്ളതാ. ദൈവസന്നിധി മാറ്റേണ്ട സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം. നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരാത്തോടത്തോളം കാലം, വചനത്തിന്റെ പ്രമാണത്തിലേക്ക് നാം മടങ്ങി വരാത്തോടത്തോളം കാലം നാം കർത്താവിന്റെ വരവിങ്കൽ പോകുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം യേശുവിടെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രസംഗം കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിക്കപ്പെടണം. അത് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകണം. യേശു അവരുടെ ക്യൂരിയോസിറ്റിക്കല്ല യേശു മറുപടി കൊടുത്തത്. യേശു പറയുക, ഒരു ജനതയെ അവരുടെ രൂപാന്തരത്തിൽ കൂടെ അവരെ ദൈവസന്നിധിയിൽ എടുക്കപ്പെടുവാൻ ഞാൻ ഒരുക്കുക. ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിശ്വസിക്കുക, നമ്മുടെ പ്രിയങ്കരനായ ഓവർസിയർക്ക് ദൈവം ഇങ്ങനൊരു തീം നൽകിയതിന്റെ പുറകിൽ ചർച്ചക്കുള്ള ദൈവമക്കളെ, ദൈവസഭയെ ദൈവം ഒരുക്കാൻ വേണ്ടിയാ. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം വരുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്, ആ പ്രത്യാശ നമുക്കുണ്ട്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലെ ഒരാൾ പോലും നശിച്ചു പോകാതിരിപ്പാനാ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസന്റെ മേൽ ഈ തീം നൽകിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവവചനം കേൾക്കും ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇത് പ്രസംഗത്തിന്റെ കേൾവി മാത്രമല്ല, മറിച്ച് ഇന്ന് പകൽ എന്റെ ജീവിതത്തിനകത്ത്, സ്വഭാവത്തിനകത്ത് ഒരു രൂപാന്തരം വരുന്ന പകലായി മാറമേ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്ക് പാരമ്പര്യങ്ങൾ പറയാൻ പലതുണ്ടാകാം. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ മിനിസ്ട്രി എക്സ്പീരിയൻസ് പറയാൻ പലതുണ്ടാകാം. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് അതിനകത്തല്ല, ഹൃദയത്തിനകത്ത് നമുക്കുണ്ടാകേണ്ട രൂപാന്തരമാണ്. ഹൃദയത്തിനകത്ത് നമുക്കുണ്ടാകേണ്ട രൂപാന്തരമാണ്. ഇന്ന് ഈ ഉച്ചതിരിഞ്ഞ സമയത്ത് നിങ്ങൾ ഇതിനകത്തിരിക്കുമ്പോൾ ദൈവത്തോട് ആത്മാർത്ഥമായി നിങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്തു. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കേട്ട സന്ദേശത്തിന്റെ മുൻപിൽ ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. മറിച്ചാണെങ്കിൽ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഈ സെക്ഷൻ കഴിയുമ്പോൾ ആത്മാർത്ഥമായി ദൈവസന്നിധി ഒരു തുള്ളി കണ്ണുനീരോടെ പോകണം. കർത്താവേ, ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിന് ഒരു രൂപാന്തരം ഉണ്ടാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുറന്നുള്ള ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് യേശു അവരുടെ ക്യൂരിയോസിറ്റിക്കല്ല, യേശു പറയുക ഒരു ജനതയെ സ്വഭാവത്തിന്റെ രൂപാന്തരത്തിൽ തിരിച്ചെടുക്കണം. ഇതിനു ശേഷം നിങ്ങൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ 36-ാം വാക്യത്തിൽ കർത്താവ് പറയുക, യേശു പറയുക, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, 36 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പീഡനം, കള്ളപ്രവാചകന്മാർ, വഞ്ചന, ഇതിനെക്കുറിച്ചൊക്കെ യേശു പറഞ്ഞിട്ട് വളരെ വ്യക്തമായി പറയുക, ആ ദിവസമോ നാഴികയോ ആരും അറിയുന്നില്ല. എന്താ യേശു പറഞ്ഞത്? എന്തുകൊണ്ട് സ്വഭാവത്തിന് രൂപാന്തരം വേണമെന്ന് യേശു പറഞ്ഞതിന് കാരണം, ഏത് സമയത്ത് യേശു വന്നാലും നാം എടുക്കപ്പെടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ യേശു കൃത്യമായി പറയുക, ഞാൻ വരുന്നത് ആർക്കും അറിയില്ല, നാളും നാഴികയും നാം എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഏത് സമയത്തും നാം എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നാം അനുരൂപരായെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവിൽ നാം കാണുകയുള്ളൂ എന്നാ കർത്താവ് അവിടെ പറയുന്നത്. 36-ാമത്തെ വാക്യം മുതൽ 44-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ ലോക സംഭവങ്ങളിൽ നിന്ന് കർത്താവ് തൻ്റെ ആ ടോൺ അങ്ങ് മാറ്റുകയാണ്. അവിടെ മാറ്റിയിട്ട് നമ്മൾ കാണുന്നത് വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് യേശു പറയുക. അവിടെ പറയുക, യേശു ഉദ്ധരിക്കുന്ന ഭാഗം ഇങ്ങനെ, നോഹയുടെ കാലത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുക, ആളുകൾ ഭക്ഷിച്ചു, കുടിച്ചു, വിവാഹം ചെയ്തു. നോയിക്കേ, സാധാരണ ജീവിതമാ. പക്ഷെ പെട്ടെന്ന്
പ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളഞ്ഞു. നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, അവരുടെ പ്രശ്നം ദുഷ്ടതയല്ലായിരുന്നു, മറിച്ച് അവരുടെ പ്രശ്നം ഒരുക്കമില്ലായ്മയായിരുന്നു. യേശു അതിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുക, ഏത് സമയത്തും യേശു വരുമ്പോൾ നാം പോകണമെങ്കിൽ നാം ഒരുക്കമുള്ളവരായി മാറണമെന്ന് പറയാം. ആ വചനത്തിലേക്ക് നയിച്ചുകൊണ്ടാണ് നാം വായിച്ചത് വേണ്ടത്. അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കുകയും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നിങ്ങൾ ആ ഭാഗത്തെ വായിക്കുമ്പോൾ കൃത്യമായി അതിന്റെ മൂലഭാഷയിൽ ചിന്തിപ്പോൾ കാണുന്നത് ഇതൊരു അഡ്വൈസ് അല്ല. ഒരുങ്ങിയിരിപ്പീൻ എന്ന് പറയുന്ന ഒരു അഡ്വൈസ് അല്ല, മറിച്ച് ഒരു കമാൻഡാ. എന്ന് പറഞ്ഞാൽ ഒരാജ്ഞയാ. ദൈവജനത്തോട് ദൈവം ആജ്ഞാപിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുങ്ങി ഇരിക്കണം എന്നുള്ളത്. ഇതിന് നോക്കണമേ, 44 വാക്യം, അതിന്റെ ആ പശ്ചാത്തലത്തിലാണ് 44 വാക്യം പറയുന്നത്. അവിടെ പറയുന്നത്, അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ എന്ന് പറയുക. ആ വാക്യത്തിൽ നിങ്ങൾ നോക്കിയാൽ 3 പ്രധാന സന്ദേശങ്ങൾ നമുക്ക് ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. എങ്കിലും എൻ്റെ സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ട് ആ 3 കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയില്ല. എന്താ യേശു ഇവിടെ പറഞ്ഞത്? ഒന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, യേശു പറയുക, ക്രിസ്തുവിന്റെ വരവ് ഉറപ്പുള്ളതാണ് എന്നൊരു കാര്യം അവിടെ പറയുക. അതാണ് ആ വാക്യത്തിൽ ഇങ്ങനെ പറയുക, മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത യേശു ഇവിടെ പറയുന്നത്, ക്രിസ്തുവിന്റെ വരവ് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ the return of Christ is certain എന്ന് പറയുന്നത്. യേശു ഇവിടെ പറയുന്ന വാചകം നിങ്ങൾ നോക്കിക്കേ, അവിടെ പറയുക മനുഷ്യപുത്രൻ വരുന്നു എന്ന പദം. ആ പദമാണ് നമുക്കുണ്ടാകുന്ന ഉറപ്പ്. ആ ഉറപ്പ് ഇതാണ്, യേശു മടങ്ങി വരും എന്ന ഉറപ്പ് ആ പദം നൽകിയ. ഞാൻ ആ പദത്തെ ഒന്ന് വേഗത്തിലും ചിന്തിച്ച് ആ ഭാഗത്തെ വിടുവാൻ താല്പര്യപ്പെടുക. നിങ്ങൾ നോക്കണമേ, യേശുവിടെ പറയുന്നത് യേശുവിന്റെ വരവ് ഒരു ഊഹാഭോഗത്തിലല്ല. യേശു സംസാരിക്കുന്നത് സംഭവിക്കാം എന്നൊരർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് യേശു ഒരു ഉറപ്പോടെ പറയുക, ഒരു അൺചേഞ്ചിങ് ആയ ട്രൂത്തോടെ പറയുക, അവൻ വരുന്നു, മനുഷ്യപുത്രൻ വരുന്നു എന്നുള്ളത്. എന്താ ആ ഉറപ്പിന്റെ കാര്യം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മനുഷ്യപുത്രൻ എന്ന ടൈറ്റിൽ അവിടെ വെറുതെ അല്ല വെച്ചിരിക്കുന്നത്. യേശു വെറുതെ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഉദ്ദേശശുദ്ധിയോടെയാണ് മനുഷ്യപുത്രൻ എന്ന ടൈറ്റിൽ അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കുന്നത്, ഇത് യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കല, മനുഷ്യന്റെ ഒരു പ്രവചനമല്ല. ഇത് യേശുവിന്റെ ഉറപ്പ, ഇതൊരു അഭിപ്രായമല്ല, ഇത് രണ്ടാമത്തെ ഒരു ഉപദേശമല്ല, മറിച്ച് ദൈവസഭയ്ക്ക് ദൈവം നൽകിയ കേന്ദ്രീകമായ സെൻട്രലായ ഡോക്ട്രിനാണ് മനുഷ്യപുത്രൻ വരുന്നു എന്നുള്ളത്. നിങ്ങൾ ഇവിടെ മാത്രമല്ല, സുവിശേഷങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം ഒക്കെ വായിച്ചാൽ ഈ ഭാഗം എടുത്തെടുത്ത് പറയും നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 30 വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങൾ മേൽ മഹാശക്തിയോടും തേജസ്സോടും വരുന്നത് കാണും. ഈ പദങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 13-26 വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 21-27 വാക്യം. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ കൃത്യമായി പറയുകയാണ്, മനുഷ്യപുത്രൻ വരുന്നു എന്നുള്ള പദം നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് യേശു മനുഷ്യപുത്രൻ വരുന്നു എന്ന പദം ഉപയോഗിക്കാൻ കാരണം? അതിന് പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു ഞാൻ വരുന്നു എന്നല്ല പറയുന്നത്, മനുഷ്യപുത്രൻ വരുന്നു എന്നുള്ളതാണ്. ഇത് യേശു ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് എടുത്ത ഭാഗമാണ്. ദാനിയേലിന്റെ പ്രവചനം 7 അധ്യായം 13-14 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നത്, അവിടെ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളോടെ നിത്യമായ ആധിപത്യവും മഹത്വവും ഒരിക്കലും കടന്നു പോകാത്ത ഒരു രാജ്യവും സ്വീകരിപ്പാൻ യേശു വരുന്നു എന്ന് നമ്മൾ കാണുക. അപ്പോൾ എന്താ യേശു ഈ മനുഷ്യപുത്രൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് പറയാൻ താല്പര്യപ്പെടുന്നത്? യേശു പറയുകയാണ്, ഇത് ഇന്നലെയും ഇന്നും തീരുമാനിച്ച കാര്യമല്ല, വളരെ നേരത്തെ കാലങ്ങൾക്ക് മുൻപേ സ്വർഗത്തിൽ തീരുമാനിക്കപ്പെട്ട കാര്യമാണ് യേശുവിന്റെ മടങ്ങി വരവ് എന്നുള്ളത്. നിങ്ങൾ ആ പശ്ചാത്തലത്തിൽ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, യേശു ശിഷ്യന്മാരോട് പറയുന്ന വാചകം ഇങ്ങനെ, ക്ഷാമമോ ഭൂകമ്പമോ ഈ ലോകത്തിലെ അടയാളങ്ങളോ ഈ ലോകത്തിലെ സിംബലുകളോ ഈ ലോകത്തിൽ നടക്കുന്ന മറ്റു ഒന്നുമല്ല യേശു ക്രിസ്തുവിന്റെ വരവിനെ പ്രഖ്യാപിക്കുന്നത്.
അതുണ്ടെങ്കിൽ പോലും അതിനു മുൻപേ പ്രവചനങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്: യേശു ക്രിസ്തു മടങ്ങി വരും എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, എന്താ യേശു അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? യേശു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യം ഇതാണ്: നമ്മുടെ യേശു വരും എന്നുള്ള ഉറപ്പ് നമുക്ക് മേൽ തരികയാണ്. ഈ ലോകത്തിലെ സംഭവങ്ങൾ മാത്രമല്ല യേശു വരുമെന്ന് പറയുന്നത്. ഈ ലോകത്തിൽ നടക്കുന്ന അടയാളങ്ങൾ മാത്രമല്ല യേശു വരുമെന്ന് പറയുന്നത്. മറിച്ച് ദൈവത്തിന്റെ ആത്മ പറയുക, ഇത് ദൈവജനത്തിന് നൽകിയ വാഗ്ദത്തമാണ് യേശു വരുമെന്ന് പറയുന്നത്. ദൈവജനത്തിന് നൽകിയ വാഗ്ദത്തമാണ് യേശു വരുമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ പല വാഗ്ദത്തങ്ങൾ നമ്മൾക്ക് ലഭിക്കാറുണ്ട്. പലപ്പോഴും ആത്മീക മൂലച്യുതിക്കൊരു കാരണം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ വാഗ്ദത്തങ്ങൾ മേൽ നമ്മൾ പലപ്പോഴും സംതൃപ്തരാകാറുണ്ട്. എന്നാൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ വാഗ്ദത്തം ഈ ലോകത്തിൽ ലഭിക്കുന്ന ഒന്നല്ല, ഈ ലോകത്തിൽ ലഭിക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ വാഗ്ദത്തം എന്റെ പ്രാണപ്രിയം മടങ്ങി വരുമെന്നുള്ളതാ. എന്റെ പ്രാണപ്രിയം മടങ്ങി വരുമെന്നുള്ളതാ. ഇന്ന് പകൽ ആ പ്രത്യാശയുള്ള എത്ര ദൈവജനം ഇതിനകത്തുണ്ട്? വായ തുറന്ന് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് പറയാ, ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ കുലുങ്ങാത്തതിന്റെ കാരണം എനിക്ക് നൽകിയ ഒരു വാഗ്ദത്തം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാഗ്ദത്തം എന്റെ യേശു മടങ്ങി വരുമെന്നുള്ളതാ. ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ട് മുതലുള്ള ദൈവജനത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഈ ദൈവജനം പീഡനത്തിന്റെ നടുവിൽ പതറാതിരുന്നതിന്റെ കാരണം അവരുടെ ഉള്ളിൽ ഈ വാഗ്ദത്തം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അവർ വീണു പോകാതിരുന്നത് അവരുടെ മുൻപിൽ ഈ വാഗ്ദത്തം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വേദനയോടെ, ദുഃഖത്തോടെ, പ്രയാസത്തോടെ ഇതിന്റെ നടുവിൽ ആരെങ്കിലും ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആത്മാവിന് ദൂത് വിളിച്ച് പറയാം: നിന്റെ വേദനയ്ക്ക് അപ്പുറമായി മാറിയാലും അതിനെ അപ്പുറമായി ചലിക്കുന്ന ഒരു വെളിപ്പാടിന്റെ അകത്തുണ്ടാകണം. അതെന്റെ യേശുവിന്റെ മടങ്ങി വരുമോ. ഓ ജീസസ്, ഹല്ലേലൂയ. പലപ്പോഴും പ്രതികൂലങ്ങൾ, പലപ്പോഴും ജീവിതത്തിലെ ക്ലേശങ്ങളുടെ നടുവിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്: ദൈവമേ, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ശുശ്രൂഷയുടെ തലങ്ങളിൽ ആത്മീയമായി മുന്നേറ്റങ്ങൾ ഉണ്ടാതിരിക്കുമ്പോൾ, നാം അർഹിക്കുന്ന സ്ഥാനങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ, നമ്മെ പലപ്പോഴും ഹല്ലേലൂയ മാറ്റി നിർത്തുന്ന അവസ്ഥകൾ വരുമ്പോൾ, ഇതിന്റെ നടുവിൽ വീഴാതെ നിൽക്കുന്നതിന്റെ കാരണം മനുഷ്യന്റെ വാക്കല്ല. ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ഒറ്റ കാര്യം അതെന്റെ യേശു പറഞ്ഞ വാഗ്ദത്തമാ, ഞാൻ മടങ്ങി വരുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പ്രത്യാശയോടെ ഇതിനകത്ത് പുറത്തേക്ക് പോകാവുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ മാറിയില്ലെങ്കിലും, രോഗങ്ങൾ മാറിയില്ലെങ്കിലും, പ്രതിസന്ധി മാറിയില്ലെങ്കിലും നമ്മെ നിർത്തേണ്ട ഒരൊറ്റ വാഗ്ദത്തം എന്റെ യേശു മടങ്ങി വരുമെന്നുള്ളതാ. ഈ കഷ്ടത തീരുമെന്നുള്ളതാ, ഈ പ്രതികൂലം മാറുമെന്നുള്ളതാ. അത് ഉറച്ച വിശ്വാസമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? വായ തുറന്ന് ആത്മാവിലൊന്ന് സ്തോത്രം പറയാം: കർത്താവേ, അങ്ങനെങ്കിൽ ആ വാഗ്ദത്തത്തിൽ ഉറയ്ക്കുവാൻ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാം നൂറ്റാണ്ടിലെ പീഡനങ്ങളുടെ നടുവിൽ, റോമൻ കൊലോസ്യത്തിന്റെ ഒക്കെ നടുവിലേക്ക് ദൈവജനത്തെ വലിച്ചെറിയുമ്പോൾ അവർ ഒരൊറ്റ പ്രത്യാശയായിരുന്നു. ആ പ്രത്യാശ മാറാം നാഥാന്ന് അവർ വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറയാനുള്ള കാരണം എന്തെന്നറിയാമോ? ഈ ലോകത്തിലെ സുഖസുഖങ്ങളല്ലായിരുന്നു അവരുടെ വലുത്. ഈ ലോകത്തിൽ നഷ്ടപ്പെടുന്ന ഒന്നല്ലായിരുന്നു അവരുടെ അകത്തുണ്ടായ വെളിപ്പാട്. അവരുടെ അകത്തുണ്ടായ വെളിപ്പാട് എന്റെ പ്രാണപ്രിയം മടങ്ങി വരുമെന്നുള്ളതാ. എന്റെ പ്രാണപ്രിയം മടങ്ങി വരുമെന്നുള്ളതാ. ഇന്ന് പകൽ ഈ പന്തലിനകത്ത് ആ പ്രത്യാശയ ചലിക്കേണ്ടത്, ആ വെളിപ്പാടാ ചലിക്കേണ്ടത്, ആ വെളിപ്പാട് ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പ്രസംഗവേദിയിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. പൗലോസിനോട് ദൈവത്തിന്റെ ആത്മ പറയുക: എന്റെ കൃപ നിനക്ക്. ഈ കൃപയുടെ പ്രത്യേകത എന്നറിയാമോ? ബലഹീനതയിൽ എന്ത് ചെയ്യുന്നറിയാമോ? തികഞ്ഞു വരിക. നല്ലൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അകത്ത് തികഞ്ഞു വരികയല്ല,
അത് പൊതിഞ്ഞു വരുമെന്നുള്ളതാ. ദൈവമക്കളെ കേൾക്കണം ഇന്ന് പകൽ ആത്മാർത്ഥമായി. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടം നമുക്ക് മുൻപോട്ട് ഓടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ന് പകൽ നിന്നെ പുറകോട്ട് വലിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കർത്താവേ, പൊതിയുന്ന ഒരു ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ എന്റെ മേലൊന്ന് വ്യാപരിക്കണം. പൊതിയുന്ന ഒരു കൃപ എന്റെ മേൽ ഇന്ന് പകൽ വ്യാപരിക്കണം. ആത്മാർത്ഥമായി എത്ര പേർക്ക് അതരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? ഇതൊരു വെറും കൂട്ടായ്മയായി മാറുവാനല്ല, നമ്മുടെ അകത്തിന് ചലിക്കേണ്ട ഒരു പ്രകാശനം, നമ്മുടെ അകത്ത് ചലിക്കേണ്ട വെളിപ്പാട് ഇതായിരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മെ പൊതിയുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിമ ഭക്തന്മാർക്കുണ്ടായിരുന്ന വെളിപ്പാട് ഈ പ്രത്യാശയാ, ഈ വാഗ്ദത്തമാ. എൻ്റെ കർത്താവ് എന്ത് ചെയ്യും? എൻ്റെ കർത്താവ് എന്ത് ചെയ്യും? മടങ്ങി വരും. ഈ വാഗ്ദത്തമാ അവരുടെ അകത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ ദൈവജനത്തിന്റെ അകത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പദം പ്രതീക്ഷയല്ലായിരുന്നു, അവരുടെ അകത്ത് പ്രത്യാശയായിരുന്നു. ഇത് രണ്ട് വാക്കുകളും വളരെ വ്യത്യാസമുണ്ട്. എന്താ പ്രത്യാശ എന്നറിയാമോ? നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പ പ്രത്യാശ എന്ന് പറയുന്നത്. എന്താ വിശ്വാസം? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, താമസം വിനാ അവൻ വരും. ഈ വിശ്വാസമകത്തുണ്ടായിരുന്നത്. ഈ വിശ്വാസത്തിന്റെ ഉറപ്പിനെ വിളിക്കുന്ന പേരാ പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ നമ്മുടെ അകത്ത് ചലിക്കേണ്ടത് ഈ ഉറപ്പാ. ഓ ഹല്ലേലൂയ. ഈ പ്രത്യാശ ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞത്, ഈ ലോകം ഞങ്ങൾക്ക് താൽക്കാലികമാ, ഈ ലോകം ഞങ്ങൾക്ക് താൽക്കാലികമാ. കാരണം അവരുടെ അകത്ത് ചലിച്ചത് ഈ പ്രത്യാശയാ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പ്രതീക്ഷയ്ക്ക് പലപ്പോഴും മങ്ങലേൽക്കും, എന്ന പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. എത്ര പേർക്ക് ആത്മാവിനൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും? പ്രതീക്ഷയ്ക്ക് പലപ്പോഴും മങ്ങലേൽക്കും, എന്ന പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. റോമാലേഖനത്തിൽ പറഞ്ഞു, ഈ പ്രത്യാശയാലല്ലോ നാം എന്ത് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിവിടെ പറയുമ്പോൾ തന്നെ ഇതിനൊരു മറുഭാഗം കൂടെ പറഞ്ഞേ വഴിയുള്ളൂ. പലപ്പോഴും ദൈവസഭകൾക്കകത്ത് ഈ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നാം പലപ്പോഴും ചിന്തിച്ചു കൂട്ടുന്നത് ഇവിടെ കുറെ വാരിക്കൂട്ടാമെന്നുള്ളതാ. നമ്മുടെ പ്രത്യാശകൾ പലപ്പോഴും നഷ്ടപ്പെട്ടു. ഹൃദയത്തിനകത്തുനിന്ന് ശോധന ചെയ്ത് ഒരു ഹൃദയത്തിനകത്തോട്ടൊരു ചോദ്യം ചോദിച്ച, കർത്താവേ, ഇപ്പോഴങ്ങ് വന്നാൽ ഞാൻ എടുക്കപ്പെടുമെന്ന് ഉറപ്പോടെ പറയാൻ എത്ര പേർക്ക് ഇന്ന് പകൽ കഴിയും? പലപ്പോഴും ഈ പ്രത്യാശ കുറയുന്നതിന്റെ കാരണം എന്നറിയാമോ? ഈ ഉറപ്പ് കുറയുന്നതിന് കാരണം എന്നറിയാമോ? നമ്മുടെ ചിന്തകൾ ഭൗതികത്തിലേക്ക് മാറിയത് കൊണ്ടാ, നമ്മുടെ വീക്ഷണങ്ങൾ ഭൗതികത്തിലേക്ക് മാറിയത് കൊണ്ടാ, നമ്മുടെ ചിന്തകൾ ഈ ലോകത്തിലേക്ക് മാറിയത് കൊണ്ടാ. ഞാൻ ആത്മാവിൽ പറയാം, ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നമ്മുടെ വീക്ഷണങ്ങൾ മാറണം. ദൈവസഭയ്ക്കകത്തെ വീക്ഷണങ്ങൾ മാറണം. ദൈവദാസന്മാരുടെ വീക്ഷണങ്ങൾ മാറണം. ഈ ലോകത്തിലേക്കുള്ള ഒന്നിനെ അല്ല, മറിച്ച് നിത്യതയുടെ വീക്ഷണത്തിലേക്ക് നാം മടങ്ങി വരുന്ന ഒരു കാലഘട്ടമായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഭാഗത്ത് കാണുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ കർത്താവ് വരും. എന്താ ഉറപ്പ്? ഇത് ദൈവം തന്ന വാഗ്ദത്തമാണ്. അതുകൊണ്ട് ആ പദം ഉപയോഗിച്ചിരിക്കുക, മനുഷ്യപുത്രൻ എന്ന പദം ദൈവം ഉപയോഗിച്ചിരിക്കും, അവിടെ യേശു ഉപയോഗിക്കുന്നത്. ഇത് വാഗ്ദത്തമാണ്, ഉറപ്പുള്ള വാഗ്ദത്തമാണ്. വേഗത്തിൽ എന്റെ ഭാഗം ഒന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാം. ഇങ്ങനെ പ്രത്യാശയുള്ള സഭ എങ്ങനെ ഒരുങ്ങുന്നത്? നമ്മുടെ ടീമിന്റെ രണ്ടാമത്തെ വിഷയമാണ്. അത് വേഗത്തിൽ കമ്പിവാചകം പോലെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ പ്രത്യാശയുള്ള സഭയ്ക്ക് ഒരു ഒരുക്കമുണ്ട്. പ്രധാനമായി പല രീതികൾ ഇവർ ഒരുങ്ങാറുണ്ട്. എന്നാൽ 3 ചിന്തകൾ വേഗത്തിൽ ഞാൻ പറയാം. ഒന്നാമത്തെ പ്രത്യേകത, ഹോളിനെസ് ബിക്കെയിം ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ വിശുദ്ധിക്ക് അവർ പ്രാധാന്യം കൊടുക്കും. ഞാൻ ഒന്നും കൂടെ പറയാം. ഈ പ്രത്യാശയുള്ള സഭയുടെ പ്രത്യേകത, അവർ ഒരുങ്ങുന്നത് ഒന്നാമത്തത് വിശുദ്ധിക്ക് എന്ത് ചെയ്യും? പ്രാധാന്യം കൊടുക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുൾനെസ് ബിക്കംസ് അർജന്റ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത അടിയന്തരമായി മാറും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മിഷൻ ബിക്കംസ് സീരിയസ് എന്ന് പറഞ്ഞാൽ ദൗത്യം
ഗൗരവമുള്ളതായി മാറും. ഞാൻ ഒന്നും കൂടെ പറയാം, ഈ പ്രത്യാശയിൽ വിശ്വസിക്കുന്ന സഭ ചെയ്യുന്ന കാര്യം ഈ പറഞ്ഞു വരുന്നത്. ഈ പ്രത്യാശയിൽ ഉറപ്പുള്ള സഭ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു വരുന്നു. ഒന്നാമത്തെ കാര്യം പറയുക, അവർ വിശുദ്ധിക്ക് എന്ത് ചെയ്യും? പ്രാധാന്യം കൊടുക്കും. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കാണുന്നു എന്ന് പറയുന്നത്, ക്രിസ്തു വരുന്നു എന്ന് സഭ യഥാർത്ഥത്തിൽ വിശ്വസിക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രധാന കാര്യം വിശുദ്ധി ഏറ്റവും അനിവാര്യമായി മാറുകയാണ്. രണ്ട് വാക്യങ്ങൾ ഒന്ന് ചേർത്ത് പറഞ്ഞാൽ ഇങ്ങനെ പറയാം. 1 യോഹന്നാൻ ലേഖനം 3:3 അവനിൽ ഈ പ്രത്യാശ ഉള്ളവർ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. ക്രിസ്തുവിന്റെ വരവിലുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ദൈവജനത്തെ അനാസ്ഥയിലേക്കല്ല കൊണ്ടുപോകുന്നത്. ക്രിസ്തുവിന്റെ വരവിലുള്ള പ്രത്യാശയുള്ള ദൈവജനത്തെ ഉറക്കത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്. ക്രിസ്തുവിന്റെ വരവിലുള്ള പ്രത്യാശയുള്ള ദൈവസഭയെ ഒരുക്കുന്നത് വിശുദ്ധിയിൽ നിന്നുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് 2 പത്രോസ് ലേഖനം 3:11 വാക്യത്തിൽ പറയുന്നത്, ഇങ്ങനെ നാം എല്ലാം അഴിയുവാനുള്ളതായിരിക്കാൻ ഇങ്ങ് പറഞ്ഞു വന്നിട്ട് താഴോട്ട് പറയുക, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. കർത്താവിന്റെ വരവിൽ പ്രത്യാശയുള്ള സഭയെ ഒന്നാമത് നമുക്ക് വേണ്ടത് വിശുദ്ധിക്ക് പ്രാധാന്യം ഉണ്ടാകണം. ഞാൻ ഒരു കാര്യം വളരെ സങ്കടത്തോടെ പറയാം, നമ്മുടെ പിതാക്കന്മാർ വിട്ടിട്ട് പോകുന്നതിന് പലതിനും ഇന്ന് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങി. വിശുദ്ധിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ വന്നു. പലപ്പോഴും വിശുദ്ധിയുടെ ഉപദേശങ്ങൾ ദൈവസഭയ്ക്കകത്ത് ഇല്ലാതെ വന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം പറയുന്നതിൽ, അപ്പോസ്തല ഉപദേശങ്ങൾ ലേഖനങ്ങൾ പ്രസംഗിക്കാത്ത സഭകളായി മാറി. ദാവീദിനെയും ഗോലിയാത്തിനെയും കൊണ്ടൊക്കെ നമ്മൾ നിൽക്കുന്ന ഒരു കാലഘട്ടമായി മാറി. ഇതിനെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിന് രൂപാന്തരമുണ്ടായി നാം വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടണം. ഇന്നലെ നാം കേട്ടതുപോലെ നിരന്തരമായ ഒരു വിശുദ്ധീകരണം സംഭവിക്കാത്ത ഒരാൾ പോലും സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. Praise the Lord. അതുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരു സഭ കൃത്യമായി യേശുവിന്റെ വരവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ പാപത്തോട് പൊറുക്കാൻ അവർക്ക് കഴിയത്തില്ല. പാപത്തെ കണ്ടാൽ അതിനോട് എതിർത്ത് നിൽക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വിശുദ്ധി കൂടാതെ നമുക്ക് കർത്താവിന്റെ വരവിൽ അടുക്കാൻ കഴിയുകയില്ല. സഭയ്ക്കകത്ത് ഉപദേശം ഉണ്ടാകണം. ഉപദേശം പ്രസംഗിക്കാത്ത സഭകൾ എന്റെ ഭാഷയിൽ നിർജീവമാ. അങ്ങനെയെങ്കിൽ ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം, കർത്താവേ, നമ്മെ കഴുകുന്ന ദൈവവചനം, നമ്മെ കഴുകുന്ന ദൈവത്തിന്റെ വചനം, നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവവചനം, അത് നമ്മുടെ ഹൃദയത്തിനകത്ത് ചലിക്കാൻ എത്ര പേർ ദൈവസന്നിധി പ്രാർത്ഥിക്കാറുണ്ട്? എന്റെ കൊച്ചു സഭയിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദൈവവചനം പ്രസംഗിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളുമ്പോൾ എന്റെ നേരെ വരരുത്. കുത്തുകൊള്ളുന്ന ഓർത്തോണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാ. അതിന്റെ അർത്ഥം നിങ്ങൾ മടങ്ങി വരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടെന്നുള്ളതാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, വിശുദ്ധിയോടെ നിൽക്കുന്നവനെ ചേർപ്പാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. വിശുദ്ധിക്ക് ദൈവസഭ പ്രാധാന്യം കൊടുക്കട്ടെ. ദൈവഹിതമല്ലാത്തതിനെ പുറംകാലം കൊണ്ട് തട്ടിക്കളയുന്ന ഒരു കാലഘട്ടത്തിലെ ദൈവസഭ മാറട്ടെ. അതിനായിട്ടാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ സഭ മാറണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവദാസന്മാർ, എത്ര ദൈവമക്കളുണ്ട്? ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, വിശുദ്ധി എന്ന് പറയുന്നത് നിയമവാദമല്ല. വിശുദ്ധി എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ ഫലമാണ്. ഞാൻ ആ പറഞ്ഞ വാചകം നിങ്ങൾ കേട്ടോ. ഇത് നിയമവാദമല്ല, മറിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ ഫലമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഒന്നും കൂടെ ചേർന്ന് പറയാം, അകത്ത് ക്രിസ്തു വസിക്കുന്നവൻ വിശുദ്ധ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. ആ വാക്ക് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അകത്ത് ക്രിസ്തു ഉള്ളവൻ വിശുദ്ധിക്ക് വിരോധമായി നിൽക്കുന്നത് ഒന്നിനും കോംപ്രമൈസ് ചെയ്യുകയില്ല. അങ്ങനെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ചടങ്ങുകൾ മാറണം, നമ്മുടെ കാപട്യങ്ങൾ മാറണം. അധ്യക്ഷൻ ദൈവസന്നിധിയോട് പറഞ്ഞ പോലെ കാപട്യത്തോടെ നിൽക്കുന്നവനെ അല്ല കർത്താവ് ചേർപ്പാൻ വരുന്നത്. നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധി ശുദ്ധമുള്ളതായി മാറട്ടെ. നമ്മുടെ സ്വഭാവങ്ങൾ രൂപാന്തരമുള്ളതായി മാറട്ടെ. നമ്മുടെ സ്വഭാവത്തിനകത്ത് വിശുദ്ധി വരട്ടെ. ദൈവ പ്രമാണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ദൈവജനം, ദൈവമക്കൾ എഴുന്നേൽക്കുന്ന പകലുകളായി ഇത് മാറട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭയുടെ ഒന്നാമത്തെ ഒരുക്കം സഭ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക. രണ്ടാമത്തെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുൾനെസ് ബിക്കംസ് അർജന്റ്. എന്ന് പറഞ്ഞാൽ വിശ്വസ്തത ഏറ്റവും അടിയന്തരമായി. എനിക്ക് വിവരിക്കാൻ സമയമില്ല, 1-2 വാക്കിൽ പറയാം. വിശ്വസ്തത എന്ന് പറയുന്നത് കഴിവിന്റെ കാര്യമല്ല, സ്ഥാനത്തിന്റെ കാര്യമല്ല,
മറിച്ച് ഒറ്റ കാര്യമാ, ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യത്തിലുള്ള സ്ഥിരതയാ. ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യത്തിലുള്ള സ്ഥിരതയാ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നമ്മെ എല്ലാം ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുണ്ട്. നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുണ്ട്. ഇതിനകത്ത് നാം വിശ്വസ്തരായെങ്കിൽ മാത്രമേ സഭയ്ക്കകത്ത് ഒരുക്കം ഉണ്ടാകുകയുള്ളൂ. ആ ഒരുങ്ങുന്ന മണവാട്ടിയെ ചേർപ്പാൻ വേണ്ടിയാ നമ്മുടെ കർത്താവ് വരുന്നത്. ഞാൻ ഒന്നും കൂടെ ചേർത്തെന്ന് പറയാം, നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധി ഏകാഗ്രമല്ലാതിരുന്നാൽ ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയാ. ദൈവസന്നിധിയിൽ നാം ദൈവസന്നിധി കടന്ന് അവിശ്വസ്തരായിരുന്നാൽ ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയാ. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ അവസാനിപ്പിക്കാം. ഞാൻ ഭയപ്പെടുകയാ, നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാ. ഞാൻ അതിനെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വളരെ പോളിഷ്ഡായ ഒരു പദമാ വഷളായി പോകുമോ എന്നുള്ളത്. എന്നാൽ അതിന്റെ മൂലഭാഷയിൽ നിന്ന് നിർദ്ദേശിച്ചത് പഠിച്ചാൽ കാണുന്നത്, നിങ്ങൾ വേസ്റ്റ് ആകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാ. കണ്ടോ, വാക്കിന്റെ മാറ്റം കൊണ്ടോ, നിങ്ങൾ വേസ്റ്റായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാ. ഇന്ന് പകൽ എന്റെ ദൈവമക്കളെ, ക്രിസ്ത്യൻ ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് നിന്റെ വിശ്വസ്തതയാ. ഞാൻ ആ വാക്കൊന്നും കൂടെ പറയാം, ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വസ്തതയാ. ദൈവിക കാര്യങ്ങൾ നാം വിശ്വസ്തരായിട്ടുണ്ടോ, അവരെയാണ് ദൈവം ചേർപ്പാൻ വരുന്നത്. ഒറ്റ വാക്കിൽ അവസാന കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മിഷൻ ബിക്കം സീരിയസ്നെസ്. ദൗത്യം ഗൗരവമുള്ളതായി മാറണം. ദൈവസഭ, കർത്താവ് വരുമെന്ന് ഉറപ്പുള്ള ദൈവസഭ ചെയ്യേണ്ടത് എന്തെന്നറിയാമോ? ദൈവസഭയ്ക്ക് ഒരു ദൗത്യമുണ്ട്. ഈ സന്ദേശം സകലരെ അറിയിക്കുക എന്നുള്ളതാണ്. വളരെ സങ്കടത്തോടെ പറയട്ടെ, ഈ നാളുകളിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ പരസ്യത്തിന് വേണ്ടിയാ. ഈ നാളുകളിലെ പല പരസ്യങ്ങളും പബ്ലിസിറ്റിക്ക് വേണ്ടിയാ. ഈ നാളിലെ പല നാം ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ മീഡിയകൾക്ക് വേണ്ടിയാ. എന്നാൽ ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുന്ന അതല്ല. സഭയെ ദൈവം ആക്കിയിരിക്കുന്ന പരമപ്രധാന ഉദ്ദേശം ഈ സന്ദേശം വിളിച്ചു പറയാനാ. ഏത് സന്ദേശമാണെന്നറിയാമോ? എന്റെ പ്രാണപ്രിയൻ മടങ്ങി വരും, അതുകൊണ്ട് രക്ഷിക്കപ്പെടേണ്ടവർ വേഗത്തിൽ യേശുവിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാ. പക്ഷെ ദൈവസഭകൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ദൗത്യം നാം മാറിപ്പോകുവാനിടയായി തീർന്നു. നമുക്കുള്ളത് കൊണ്ട് നാം ഒതുങ്ങിപ്പോയി. പുതിയ ആത്മാക്കൾ വരുവാനുള്ള ആഗ്രഹം നമുക്ക് പലപ്പോഴും ഇല്ലാതെയായി. നമുക്ക് ദൈവം നൽകിയ എസ്റ്റാബ്ലിഷ്ഡ് ആയ കാര്യത്തിൽ നമ്മൾ ഒതുങ്ങിപ്പോയി. എന്നാൽ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, പ്രത്യാശയുള്ള ദൈവജനം, കർത്താവിന്റെ വരവ് വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം, അവരുടെ അകത്തൊരു ദൗത്യം തിളക്കണം. ആ തിളക്കേണ്ട ദൗത്യം എന്റെ അടുത്ത് വരുന്നവരോട്, യേശുവിനോട് പറയാൻ. സഭയെ ഇങ്ങനെ പറയുന്നത്, അതൊരു പില്ലറാക്കി ദൈവം നിർത്തിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവർ കാണണം, ഈ സഭയെ കാണുന്നവർ യേശുവിലേക്ക് മടങ്ങി വരണം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഈ ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചതാ. ഇത് ചെയ്യുന്നവരെ ചേർപ്പാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. സഭയുടെ ഒരുക്കം, ഒന്ന് വിശുദ്ധി ഉണ്ടായിരിക്കണം, രണ്ട് വിശ്വസ്തത ഉണ്ടായിരിക്കണം, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാം നമ്മുടെ ദൗത്യത്തിൽ നാം ഉറയ്ക്കുന്നവരായി മാറണം. അങ്ങനെയുള്ളവരെ ചേർപ്പാനാ നമ്മുടെ കർത്താവ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്റെ സന്ദേശം അവസാനിപ്പിക്കാൻ ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചുകൊള്ളട്ടെ. ഇന്ന് പകൽ ദൈവമക്കളെ, ഈ യഥാർത്ഥ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നാം പ്രസംഗം കേട്ട് ഒരുപക്ഷെ നാം ഇവിടെ ഒരാഴ്ചയിലെ കൺവെൻഷൻ കൂടിയിട്ട് മടങ്ങിപ്പോകാം. എന്നാൽ അതിനുപുറമായി, കർത്താവേ, ഇന്ന് കർത്താവ് വന്നാൽ എനിക്ക് അങ്ങയുടെ ഒപ്പം കാണണം. അടുത്ത ഒരു പൊതുയോഗം നമുക്ക് ലഭിച്ചില്ലെങ്കിലും കർത്താവേ, ഒരു ഉറപ്പ് ഇന്ന് പകൽ എൻ്റെ ഹൃദയത്തിനകത്ത് കയറണം. അങ്ങയുടെ വരവെങ്കിൽ എനിക്ക് കാണണം എന്നുള്ള ഉറപ്പ്. അങ്ങനെ ദൈവസ്ഥല ആ ഉറപ്പ് വേണമെന്ന് പ്രാപിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ആ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. ഒരു നിമിഷം കണ്ണുകളെ ദൈവസ്ഥല അടയ്ക്കാമോ? ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, ഞങ്ങളുടെ ചടങ്ങുകൾ, ഞങ്ങളുടെ കാപട്യങ്ങളൊക്കെ ഒന്ന് മാറി ആ വാഗ്ദത്തം ഞങ്ങൾ ഉറയ്ക്കുവാൻ, ആ പ്രത്യാശ ഞങ്ങളെ ഉറയ്ക്കുവാൻ ഇന്ന് പകൽ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? ഒരു നിമിഷം കണ്ണുകൾ അടച്ച ദൈവസ്ഥനെ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾ വാതിലുകളെ തുറന്ന്, ശബ്ദം തുറന്ന് ദൈവസ്ഥനെ ഒന്ന് സ്തുതിക്കാമോ? ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ഈ പന്തലിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. ഈ നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം അതിന്ന് പകൽ നമ്മുടെ മേൽ രൂപാന്തരം ഉണ്ടാക്കട്ടെ. ആത്മാവിൽ ഇന്ന് പകൽ ചലിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവികാലോചനയ്ക്കായി സ്തോത്രം. മനുഷ്യപുത്രൻ വരുന്നു എന്നുള്ള ദൈവിക വാഗ്ദത്തം, ആ വാഗ്ദത്തമാണ് കർത്താവ് ഞങ്ങളുടെ പ്രത്യാശ. അതിനകത്ത് കർത്താവ് ഉറപ്പുള്ളവരായി, അതിനകത്ത് ഉറപ്പ് മാത്രമല്ല, സഭ ഞങ്ങൾ ഒരുങ്ങുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമേ. ദൈവവചനം കേട്ട പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.